ഇല്ലുമിനാറ്റിയാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്ന തരത്തിലുള്ള ചില തിയറികളൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ കേട്ട് കാണും. എന്നാൽ ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരു കമ്പനിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ഉപയോഗിക്കുന്ന പേസ്റ്റുകളാണെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുകൾ, അതിനിപ്പോൾ ആപ്പിൾ ആണെങ്കിലും സാംസങ് ആണെങ്കിലും അതുപോലെ തന്നെ നിങ്ങൾ കുടിക്കുന്ന കൂൾ ഡ്രിങ്ക്സ്, പെപ്സി ആണെങ്കിലും കൊക്കോകോള ആണെങ്കിലും എല്ലാത്തിൽ നിന്നും ലാഭം ലഭിക്കുന്ന എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന ഒരു കമ്പനിയുണ്ട്. ഇന്ന് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് ബ്ലാക്ക് റോക്ക് എന്ന ആ കമ്പനിയുടെ രഹസ്യങ്ങളിലേക്കാണ്. വെൽക്കം ബാക്ക് ടു എ ഫോൾ ഓഫ് ലു ഹിയർ. ലോകത്തെ നിയന്ത്രിക്കുന്ന, നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളിൽ നിന്ന് പോലും വലിയ തോതിൽ ലാഭമുണ്ടാക്കുന്ന ഒരു കമ്പനി. എങ്ങനെ ഈ ഒരു കാര്യം സാധ്യമാകും? നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ലോകത്തിൽ തന്നെയുള്ള ഏറ്റവും വലിയ 500-ലധികം കമ്പനികളിൽ വലിയ തോതിൽ ഷെയറുകളുള്ള നിയന്ത്രണാധികാരമുള്ള ഒരു കമ്പനിയാണ് ബ്ലാക്ക് റോക്ക് എന്ന് പറയുന്നത്. അതിൽ തന്നെ നമ്മളെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ന് രാവിലെ ഉപയോഗിച്ചിട്ടുള്ള ടൂത്ത് പേസ്റ്റും അതുപോലെ തന്നെ ബ്രഷും ആണെങ്കിൽ, അതുപോലെ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന മൊബൈൽ ഫോണോ ടി വി ആണെങ്കിൽ, ഇതിൽ നിന്നൊക്കെ തന്നെയുമുള്ള ലാഭവിഹിതം വലിയ തോതിൽ തന്നെ പോകുന്നത് ഈ ഒരു ബ്ലാക്ക് റോക്ക് എന്ന് പറയുന്ന കമ്പനിക്കാണ്. ഇതിലൊക്കെ തന്നെയും വലിയ തോതിലുള്ള നിയന്ത്രണാധികാരം കൂടെ ഈ ഒരു കമ്പനിക്കുണ്ട്. അതിൽ തന്നെ ഇവരുടെ അണ്ടറിലുള്ള കമ്പനികൾ നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അതിലൊന്നാമതായിട്ട് വരുന്നത് ആപ്പിളാണ്. ആപ്പിളിൻ്റെ ഏതൊരു പ്രൊഡക്റ്റും നമ്മൾ യൂസ് ചെയ്യുന്ന അവസരത്തിൽ ഇവർക്ക് അതിൽ നിന്നും വലിയ ലാഭവിഹിതം പോകുന്നുണ്ട്. രണ്ടാമതായിട്ട് വലിയൊരു കമ്പനി എന്ന് പറയുന്നത് ആൽഫബറ്റ് ആണ്. ആൽഫബറ്റിൻ്റെ കീഴിലുള്ള അഥവാ ഗൂഗിളിൻ്റെ കീഴിലുള്ള വ്യത്യസ്ത തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകൾ, നിങ്ങളിപ്പോൾ ഈ വീഡിയോ യൂട്യൂബിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ അതിൻ്റെ ഒക്കെ ലാഭവിഹിതം പോകുന്നത് ഈ ഒരു കമ്പനിക്കാണ്. അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റ്, ആമസോൺ, നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള സാധനങ്ങൾ മേടിക്കുമ്പോൾ അതിൽ നിന്നൊക്കെ തന്നെയും വലിയ വിഹിതം ഈ ഒരു കമ്പനിക്ക് പോകുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ നിയന്ത്രണ അധികാരം ഈ ഒരു കമ്പനിക്ക് ഉണ്ട്. അതുപോലെ തന്നെ PNG, മെറ്റ, നിങ്ങൾ ഈ ഒരു വീഡിയോ ഫേസ്ബുക്കിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ അതിൽ നിന്നുള്ള ലാഭവും മറ്റുമൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കമ്പനിക്കാണ്. അതുപോലെ ജോൺസൺ ആൻഡ് ജോൺസ്, സാംസങ്, നിങ്ങൾ ഈ ഒരു വീഡിയോ സാംസങ്ങിൻ്റെ മൊബൈൽ ഫോണിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ അവിടെയും ഈ കമ്പനിക്ക് വലിയ സ്വാധീനമുണ്ട്. ഇൻടെൽ, വ്യത്യസ്ത തരത്തിലുള്ള ചിപ്പുകളും മറ്റുമൊക്കെ നിർമ്മിക്കുന്ന ഇൻടെലിലും ഇവർക്ക് വലിയ തോതിലുള്ള ഷെയറുകളുണ്ട്. അതുപോലെ ഫൈസർ, നമ്മളെല്ലാവരും വാക്സിൻ എടുത്തുള്ളതാണ്, ചില ആളുകൾക്ക് ഈ ഫൈസർ വാക്സിൻ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു കമ്പനിയിലും ഇവർക്ക് വലിയ തോതിലുള്ള ഷെയർ ഉണ്ട്. ഇനി കൊക്കോകോളയാണെങ്കിലും പെപ്സി ആണെങ്കിലും നിങ്ങൾ രണ്ടും പരസ്പരം മത്സരിച്ച് ഒന്ന് ചീത്തയാണ് ഒന്ന് നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഏതെടുത്ത് നിങ്ങൾ കുടിക്കുകയാണെങ്കിലും ഈ ഒരു കമ്പനിക്കാണ് അതിൻ്റെ ഒക്കെ തന്നെ ലാഭവിഹിതം പോകുന്നത്. മാത്രമല്ല ഇനി പരിശോധിക്കുകയാണെങ്കിൽ IBM, യൂണിലിവർ, നെസ്ലെ, ഒറാക്കിൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ള 500-ലധികം ലോക പ്രശസ്തമായിട്ടുള്ള കമ്പനികളിലൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ അവിടെയൊക്കെ തന്നെയും വലിയ തോതിൽ ഷെയറുകളുള്ള ബ്ലാക്ക് റോക്ക് എന്ന് പറയുന്ന ഈ ഒരൊറ്റ കമ്പനി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതെന്താണ് അത്രമാത്രമുള്ളത്? ഇവരെങ്ങനെയാണ് മൊത്തത്തിൽ ഗ്ലോബലി എക്കോണമിയോ അതുപോലെ തന്നെ മൊത്തം ഫൈനാൻഷ്യലി കാര്യങ്ങളൊക്കെ തന്നെ നിയന്ത്രിക്കുന്നത്, നമ്മുടെ കാര്യങ്ങൾ പോലും നിയന്ത്രിക്കുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ലോകത്തിലെ തന്നെ മൊത്തം പണത്തിൻ്റെ 7% ഉള്ളത് ബ്ലാക്ക് റോക്കിൻ്റെ കയ്യിലാണ്. മറ്റൊരു നിലക്ക് നമ്മൾ പറയുകയാണെങ്കിൽ US-ൻ്റെ ടോട്ടൽ GDP എന്ന് പറയുന്നത് $26 ട്രില്യൺ വരുന്നുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ ബ്ലാക്ക് റോക്ക് എന്ന് പറയുന്ന ഈ ഒരു കമ്പനിയുടെ ടോട്ടൽ അസറ്റ് വാല്യൂ എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അത് ഏറെക്കുറെ $11 ട്രില്യൺ മുകളിൽ വരുന്നുണ്ട്. ഇവിടെ വലിയ ആശ്ചര്യമൊന്നും നിങ്ങൾക്ക് തോന്നില്ലെങ്കിൽ ഇനി നേരെ നമ്മുടെ ഇന്ത്യയുടെ GDP-യിലേക്ക് വരാം. ഇന്ത്യയുടെ GDP എന്ന് പറയുന്നത് നിലവിൽ ഏറെക്കുറെ $3.5-3.7 ട്രില്യൺ ആണ്. അപ്പോൾ അതിനേക്കാളൊക്കെ ഒരുപാടധികം ഇരട്ടിയാണ് ഈ ഒരു ബ്ലാക്ക് റോക്ക് എന്ന് പറയുന്ന കമ്പനിയുടെ അസറ്റ് വാല്യൂവിനുള്ളത്. മാത്രമല്ല ഇന്ത്യയുടെ ഒരു വീക്ഷണമൊക്കെ വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ 2030 ആകുമ്പോഴേക്കും നമുക്ക് ഏറെക്കുറെ $7.5 ട്രില്യൺ നമ്മുടെ GDP-യെ എത്തിക്കാൻ സാധിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ GDP-യേക്കാളൊക്കെ ഒരുപാടധികം മുകളിലാണ് ഈ ബ്ലാക്ക് റോക്ക് എന്ന് പറയുന്ന കമ്പനി നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന അസറ്റുകൾക്കുള്ളത് എന്ന കാര്യം ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇതിനും അപ്പുറത്തേക്ക് നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ പലപ്പോഴായിട്ട് US ഗവൺമെൻറ് പോലും ബ്ലാക്ക് റോക്കിൽ നിന്നും പണം കടം മേടിക്കാറുണ്ട് എന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇതിനൊക്കെ തന്നെയും പുറകിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഒരേ ഒരു വ്യക്തിയാണ്, ലാരി ഫിങ്ക് എന്ന വ്യക്തിയാണ് ഇതിൻ്റെ എല്ലാം തലപ്പത്തിരിക്കുന്നത്. അദ്ദേഹമാണ് ഈ ഒരു ബ്ലാക്ക് റോക്ക് എന്ന് പറയുന്ന കമ്പനിയുടെ നേതൃസ്ഥാനത്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യം, എങ്ങനെയാണ് ഇത്രയും വലിയൊരു കാര്യം ഇദ്ദേഹത്തിന് സാധ്യമായത്? എങ്ങനെയാണ് ബ്ലാക്ക് റോക്ക് എന്ന് പറയുന്ന കമ്പനി ഇത്രയധികം വലുതായത്? ലോകത്തിലെ മൊത്തം പണത്തിൻ്റെ 7% ഇവരുടെ കയ്യിൽ വരാൻ മാത്രം എന്താണ് ഇവർ ചെയ്തു കൂട്ടിയതെന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും. ആ കാര്യങ്ങളിലേക്ക് വിശദമായിട്ട് തന്നെ നമുക്ക് പരിശോധിക്കാം. വിശദമായിട്ട് തന്നെ നമുക്ക് കടന്നു ചെല്ലാം. 1952 ഒരു ജൂത കുടുംബത്തിലാണ് ലാരി ഫിങ്ക് എന്ന വ്യക്തി ജനിക്കുന്നത്. ചെറുപ്പം മുതൽക്കേ തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരേ ഒരു ആഗ്രഹം ലോകത്തെ പൂർണ്ണമായിട്ടും നിയന്ത്രിക്കുന്ന ഒരു
ഒരു വ്യക്തിയായിട്ട് മാറണം എന്നുള്ളതായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം മനസ്സിലാക്കിയ കാര്യങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് എത്തിച്ചേരാൻ സാധിച്ചത് ലോകത്തെ പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് പൊളിറ്റീഷ്യൻസ് ആണ് എന്നൊരു കാര്യമായിരുന്നു. അതിനടിസ്ഥാനത്തിൽ തന്നെ അദ്ദേഹം ഒരു പൊളിറ്റീഷ്യനായിട്ട് മാറാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നുണ്ട്, പൊളിറ്റിക്കൽ സയൻസും മറ്റൊക്കെ പഠിക്കാൻ ആരംഭിക്കുന്നുണ്ട്. എന്നാൽ വളർന്നു വന്നപ്പോൾ കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞതായിട്ട് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചു. പിന്നീട് അങ്ങോട്ട് ലോകത്തെ പൂർണ്ണമായിട്ടും നിയന്ത്രിക്കുന്നത് പൊളിറ്റീഷ്യൻസ് അല്ല, മറിച്ച് ലോകത്തിൽ ഏറ്റവും അധികം പണമുള്ള ആളുകൾ തന്നെയാണ് ലോകത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊരു കാര്യത്തെക്കുറിച്ച് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. പിന്നീട് ആ മേഖലയിലേക്ക് പതിയെ അദ്ദേഹം തിരികെയാണ്. അങ്ങനെ ഏറ്റവും ഒടുവിൽ അദ്ദേഹം എത്തിച്ചേരുന്നത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ് കമ്പനിയിലേക്കാണ്, അല്ലെങ്കിൽ ഒരു അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയിലേക്കാണ്. അവിടെ ഈ മികച്ച നിലയിലുള്ള പ്രകടനം അദ്ദേഹം കാണിച്ചു വെക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ഒരു അസറ്റ് മാനേജർ എന്ന നിലയിലേക്ക് പോലും, ഒരു പോസ്റ്റിലേക്ക് പോലും അദ്ദേഹത്തിന് എത്തിച്ചേരാൻ സാധിക്കുന്നുണ്ട്. എന്താണ് അദ്ദേഹത്തിൻ്റെ അവിടെയുള്ള ജോലി, അല്ലെങ്കിൽ ഈ ഒരു കമ്പനി എന്താണ്, എങ്ങനെയാണ് ഈ ഒരു അസറ്റ് മാനേജ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നടക്കുന്ന കാര്യത്തെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. അതായത് വ്യത്യസ്ത തരത്തിലുള്ള ആളുകൾ അവരുടെ കയ്യിൽ അധികമായിട്ടുള്ള പണം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കമ്പനി ഏൽപ്പിക്കും. കമ്പനി ആ ഫണ്ട് നേരെ അസറ്റ് മാനേജർ ആയിട്ടുള്ള ലാരി ഫിങ്കിനെ പോലുള്ള ആളുകളെ ഏൽപ്പിക്കും. ഇവരുടെ ജോലി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന കമ്പനികളും മറ്റൊക്കെ കണ്ടെത്തിയിട്ട് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഈ ഒരു പണം ആ കമ്പനികളിൽ കൊണ്ടുചെന്ന് ഇൻവെസ്റ്റ് ചെയ്യണം. അവിടെ നിന്നും നല്ല നിലയിലുള്ള റിട്ടേൺ ലഭിക്കുമ്പോൾ അത് നേരെ ഇൻവെസ്റ്റേഴ്സിന് തിരിച്ചു കൊടുക്കണം. ആ ഒരു അവസരത്തിൽ ചെറിയ തോതിലുള്ള തുക കമ്മീഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു നിലയിലാണ് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികളും മറ്റൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒരിക്കൽ ലാരി ഫിങ്കിനും വലിയൊരു അബദ്ധം സംഭവിക്കുകയാണ്. അത് കാരണമായിട്ട് വലിയ തോതിലുള്ള നഷ്ടം അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കമ്പനിക്കും അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്കൊക്കെ തന്നെ സംഭവിക്കുകയാണ്. അതോടുകൂടി തന്നെ കമ്പനി ലാരി ഫിങ്കിനെ പറഞ്ഞു വിടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ജോലി പോലും ഈ ഒരു അവസരങ്ങൾ നഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ 36-ാമത്തെ വയസ്സിൽ ഒരു ജോലി പോലും ഇല്ലാതെയാണ് അന്നേ ദിവസം ലാരി ഫിങ്ക് വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഒരിക്കലും തോറ്റുപിടിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. വീണ്ടും അതേ മേഖലയിൽ തന്നെ ഒന്നുകൂടെ ആഞ്ഞു പരിശ്രമിക്കാൻ വേണ്ടി അദ്ദേഹം തയ്യാറാവുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാനും സുഹൃത്തുക്കളെയൊക്കെ കൂട്ടിക്കൊണ്ട് അദ്ദേഹം ആദ്യമായിട്ടൊരു കമ്പനി തുടങ്ങുകയാണ്. അതാണ് ബ്ലാക്ക് റോക്ക് എന്ന് പറയുന്ന കമ്പനി. ഈ ഒരു കമ്പനിയുടെ അണ്ടറിലായിട്ട് അലാദീൻ എന്ന് പറഞ്ഞിട്ട് ഒരു സോഫ്റ്റ്വെയർ കൂടെ ഒരു ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആയിരുന്നു ഇത്. അതോടുകൂടി തന്നെ വലിയ തോതിൽ ആളുകൾ ഈ ഒരു കമ്പനിയിലേക്ക് വരുന്നുണ്ട്. അവരുടെ പണമൊക്കെ തന്നെ ഈ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലാരി ഫിങ്കിനെയും സുഹൃത്തുക്കളെയും ഏൽപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ബ്ലാക്ക് റോക്ക് എന്ന് പറയുന്ന കമ്പനി ഏൽപ്പിക്കുന്നുണ്ട്. അലാദീൻ എന്ന് പറയുന്ന ഈ ഒരു സോഫ്റ്റ്വെയറിലൂടെ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. വലിയ തോതിലുള്ള റിട്ടേൺസ് ഒക്കെ തന്നെ ഈ അലാദീൻ എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിലൂടെ ഇവർക്ക് ജനറേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇൻവെസ്റ്റേഴ്സിനെ എല്ലാം തന്നെ വലിയ തോതിൽ ഹാപ്പിയാക്കി മാറ്റാൻ ഇവർക്ക് സാധിക്കുന്നുണ്ട്. പതിയെ പതിയെ ഈ ഒരു കമ്പനി എങ്ങനെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിലാണ് 2008 വലിയ തോതിൽ തന്നെ ഗ്ലോബൽ എക്കോണമിയെ പിടിച്ചു കുലുക്കിയ സാമ്പത്തിക മാന്ദ്യം കടന്നു വരുന്നത്. ബാക്കിയുള്ള എല്ലാവരുടെ കയ്യിൽ നിന്നും വലിയ തോതിൽ പണം നഷ്ടമാകുന്നുണ്ട്. കോടികൾ ആസ്തി ഉണ്ടായിരുന്ന ആളുകൾ പോലും ഒരൊറ്റ നിമിഷം കൊണ്ട് പിച്ചക്കാരായിട്ട് മാറുന്നുണ്ട്. എന്നാൽ ഇങ്ങനെയുള്ള ഒരു അവസരത്തിലും ലാരി ഫിങ്കിൻ്റെയും ബ്ലാക്ക് റോക്കിൻ്റെയും കയ്യിൽ അത്യാവശ്യത്തിലേറെ പണം ഉണ്ടായിരുന്നു. ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി നൽകിയിട്ടുള്ള ഒരുപാടധികം കോടിക്കണക്കിന് രൂപയുണ്ടായിരുന്നു. ഈ ഒരു അവസരത്തെ കൃത്യമായിട്ട് മുതലെടുത്തുകൊണ്ട് ആ ഒരു സമയത്തെ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ചു നിൽക്കുന്ന വലിയ വലിയ പല കമ്പനികളിലും ചെറിയ തുകക്ക് തന്നെ ഒരുപാടധികം ഷെയറുകൾ അദ്ദേഹം വാങ്ങിക്കൂട്ടുകയാണ്. അതും ഓരോ കമ്പനികളുടെയും വലിയ തോതിലുള്ള ഷെയർ ഹോൾഡേഴ്സ് ആയിട്ട് മാറാൻ പോലും ഈ ഒരു അവസരത്തിൽ ഈ ഒരു കമ്പനിക്ക് സാധിക്കുന്നുണ്ട്. പതിയെ പതിയെ ഈ ഒരു റെസിഷൻ, ഈ ഒരു സാമ്പത്തിക മാന്ദ്യമൊക്കെ കഴിഞ്ഞ് US എക്കോണമി ആണെങ്കിലും ഗ്ലോബൽ എക്കോണമി ആണെങ്കിലും വലിയ തോതിൽ ഉയർന്നു വരുന്നുണ്ട്. വലിയൊരു ഉയർച്ച തന്നെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഏറെക്കുറെ പിന്നീടുള്ള വർഷങ്ങൾക്ക് ശേഷം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ അന്ന് അവർ മേടിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഷെയറുകളുടെ മൊത്തത്തിലുള്ള റിട്ടേൺസ്, അല്ലെങ്കിൽ അതിൻ്റെ ഇന്നത്തെ ഒരു വാല്യൂ, അതിൻ്റെ ഒരു വളർച്ച നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഏറെക്കുറെ 7539% വളർച്ചയാണ് ഈ ഒരു കമ്പനിക്ക് അവിടെ ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതായത് മറ്റൊരു നിലക്ക് പറയുകയാണെങ്കിൽ ഈ ഒരു കമ്പനിയുടെ കയ്യിൽ നമ്മൾ അന്നേ ദിവസം ഒരു 100 രൂപ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്നത് ഏറെക്കുറെ 7,03,900 രൂപയിലധികമായിട്ടുണ്ടാകുമെന്ന് ചുരുക്കം. ഇത്രയും വലിയൊരു വളർച്ച തന്നെയാണ് ബ്ലാക്ക് റോക്ക് എന്ന് പറയുന്ന കമ്പനിക്ക് കൃത്യമായ നിലയിൽ തന്നെ ആളുകളുടെ ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്തത് കാരണമായിട്ട് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിലൂടെയൊക്കെ തന്നെയാണ് ലോകത്തിലെ മൊത്തം പണത്തിൻ്റെ 7% നിയന്ത്രിക്കുന്ന ഒരു കമ്പനിയായിട്ട് ബ്ലാക്ക് റോക്ക് ഇന്ന് മാറി വന്നിട്ടുള്ളതും. പക്ഷേ ഇവിടെയൊക്കെ തന്നെ നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ പലപ്പോഴും പല കാലങ്ങളായിട്ടും വലിയ തോതിലുള്ള മാനിപ്പുലേഷൻസ് ഈ ഒരു കമ്പനി നടത്താറുണ്ട് എന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു അസറ്റ് മാനേജ് കമ്പനി എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ മുമ്പ് വിശദീകരിച്ചു. അതായത് ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നും പണം മേടിച്ചിട്ട് കുറഞ്ഞ നിലയിൽ സ്റ്റോക്കുകൾ മേടിക്കുക, അത് ഉയർന്ന വാല്യൂ ആകുമ്പോൾ വിൽക്കുക, ആ ഒരു നിലയിലൂടെ വലിയ തോതിലുള്ള ലാഭം ഇൻവെസ്റ്റർക്ക് ഉണ്ടാക്കി കൊടുക്കുക. ഇത്തരത്തിലാണ് ഇവരുടെ പ്രധാനമായിട്ടുള്ള പരിപാടികളൊക്കെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഭാഗമായിട്ട് ഇവർ നടത്തുന്ന
നടത്തുന്ന മാനിപ്പുലേഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ പലപ്പോഴും ബ്ലാക്ക് റോക്ക് എന്ന് പറയുന്ന കമ്പനി വിശദീകരിച്ച കാര്യമായിരുന്നു റഷ്യൻ എക്കോണമി ഒന്നും അത്ര സ്ട്രോങ് അല്ല എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ അവിടെയും നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ യുദ്ധവും മറ്റും കാരണമായിട്ട് റഷ്യൻ എക്കോണമി കുറച്ചൊന്ന് താഴ്ചയിലേക്ക് പോയപ്പോൾ അവിടെ ഇടിഞ്ഞപ്പോൾ ഏറ്റവും അധികം അവിടെ ഷെയറുകൾ മേടിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നതും ഈ ഒരു ബ്ലാക്ക് റോക്ക് എന്ന് പറയുന്ന കമ്പനിയായിരുന്നു. അതുപോലെ തന്നെ പലപ്പോഴും റിയൽ എസ്റ്റേറ്റ് മേഖലയിലും ഈ ഒരു വലിയ തോതിലുള്ള മാനിപ്പുലേഷൻസ് നടത്താറുണ്ട്. ഒരു പ്രദേശത്തിൻ്റെ റിയൽ എസ്റ്റേറ്റ് വാല്യൂ കൂട്ടണമെങ്കിൽ ഇവർ ആദ്യം തന്നെ അവിടെ ചെയ്യുന്ന ഒരു കാര്യം വലിയ തോതിൽ തന്നെ ആ പ്രദേശത്തെ പ്രോപ്പർട്ടികൾ ഇവരുടെ കമ്പനികൾ ഉപയോഗിച്ചുകൊണ്ട് മേടിച്ചു കൂട്ടുക എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ആളുകൾ വലിയ തോതിൽ മേടിക്കുമ്പോൾ ആ ഒരു പ്രദേശത്തെ റിയൽ എസ്റ്റേറ്റ് വാല്യൂ കൂടുന്നതായിരിക്കും. ഇതുപോലുള്ള വ്യത്യസ്ത തരത്തിലുള്ള പരിപാടികളൊക്കെ തന്നെയും ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല ഫ്ലൈറ്റ് കമ്പനികളുടെ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ അതിൻ്റെ വിലവർധനവുമായി ബന്ധപ്പെട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ 4ഓളം വരുന്ന എയർലൈൻസ് കമ്പനികളിൽ ഷെയർ ഉള്ളത് ഈ പറയുന്ന ബ്ലാക്ക് റോക്ക് കമ്പനിക്കാണ്. അത് കാരണമായിട്ടും വ്യത്യസ്ത തരത്തിലുള്ള മാനിപ്പുലേഷൻസ് ഈ ഒരു മേഖലയിൽ പോലും ഇവർ നിരന്തരമായിട്ട് നടത്താറുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ പലപ്പോഴും ഈ ഒരു പൊല്യൂഷനെതിരെയൊക്കെ ആയിട്ട് ബ്ലാക്ക് റോക്ക് സംസാരിക്കാറുണ്ട്. എന്നാൽ അവിടെയും നമ്മൾ നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള പൊല്യൂഷനുകൾക്ക് കാരണമാകുന്ന കമ്പനികളിൽ ബ്ലാക്ക് റോക്ക് എന്ന് പറയുന്ന ഈ ഒരു കമ്പനിക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ അതിനെ മറികടക്കാൻ ആവശ്യമായിട്ടുള്ള വ്യത്യസ്ത തരത്തിലുള്ള ഗ്രീൻ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്രീൻ കമ്പനികളുടെ കാര്യം നോക്കുമ്പോൾ അവിടെയും ഈ പറഞ്ഞ ബ്ലാക്ക് റോക്ക് എന്ന് പറയുന്ന കമ്പനിയുടെ സ്വാധീനം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വലിയ തോതിൽ അവിടെയും ഷെയറുകൾ ഇവർ മേടിച്ചു കൂട്ടിയിട്ടുള്ളതായിട്ട് ഹാൻഡിൽ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തൊക്കെ തന്നെ ഒരു ഇരട്ടത്താപ്പ് തന്നെയാണ് പലപ്പോഴും ഈ ഒരു കമ്പനി കൈക്കൊള്ളുക എന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് അവിടെയൊക്കെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആത്യന്തികമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇത്രയധികം ഗ്ലോബലി വലിയ തോതിൽ തന്നെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കമ്പനികളിൽ ഇവർക്ക് ഷെയർ ഉണ്ട്. അതിൻ്റെയൊക്കെ മേജർ ഷെയർ ഹോൾഡേഴ്സ് ആയിട്ട് ഇവർക്ക് മാറാൻ സാധിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ തന്നെ നിയന്ത്രണാധികാരമുണ്ട് എന്ന കാര്യം കൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പോലും മാറ്റങ്ങൾ വരുത്താൻ ഈ ഒരൊറ്റ ബ്ലാക്ക് റോക്ക് എന്ന് പറയുന്ന കമ്പനിക്കും അതിൻ്റെ തലപ്പത്തിരിക്കുന്ന അതിൻ്റെ CEO ആയിട്ടുള്ള ലാരി ഫിങ്ക് എന്ന് പറയുന്ന വ്യക്തിക്കും സാധിക്കുമെന്ന് ചുരുക്കം. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോസോടെ വൈൻഡപ്പിയാണ്. ലോകത്തെ തന്നെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനി തീർച്ചയായിട്ടും നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര അതിശയമായിട്ട് തോന്നുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ഒരു കാര്യം തന്നെയാണത്. അപ്പോൾ എങ്ങനെയാണ് ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തെക്കുറിച്ചൊക്കെ വിശദമായിട്ടൊരു ധാരണ നിങ്ങൾക്ക് ലഭിച്ചാണെന്ന് വിചാരിക്കുന്നു. ഇത്രയും കാര്യങ്ങളെല്ലാം കേട്ടതിന് ശേഷം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? സത്യത്തിൽ ഇങ്ങനെയൊരു കമ്പനി ഉള്ളത് ലോകത്തിന് നല്ലതാണോ, അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കൊക്കെ തന്നെ നല്ലതാണോ? അതോ ഇവർ വ്യത്യസ്ത തരത്തിലുള്ള മാനിപ്പുലേഷൻസ് കബളിപ്പിക്കലുകളും മറ്റുമൊക്കെ നടത്തുന്നത് വലിയ തോതിൽ നമ്മൾക്കൊക്കെ തന്നെയും മോശമായിട്ട് മാറുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെ തന്നെയായാലും തീർച്ചയായിട്ടും താഴ്ന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഇതിൽ നല്ല ഒരുപാട് വീഡിയോസിലുമായി കണ്ടുപിട്ടാൽ പ്രതീക്ഷയോടെ ബൈ.